നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചുള്ള ഹർജി സുപ്രീം കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്ക് വരികയാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചത് ഇതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. സുപ്രീം കോടതി സ്വയമേ ഒരു ഇതിൽ വലിയ വിഷമമുണ്ട് എന്ന തരത്തിലാണ് കോടതി നിലപാടെടുത്തത്. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നു. അദ്ദേഹം ഇതിൽ ഇടപെട്ടതായിട്ട് അറിയില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. നിമിഷപ്രിയയുടെ സാധ്യത എന്താണ് ഈ ഒരു ഘട്ടത്തിൽ? നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ ഇന്നലെ മുതൽ നമുക്കുള്ളൊരു സാധ്യത, മാധ്യമങ്ങൾ എന്ന നിലയിൽ നിമിഷപ്രിയയുടെ വിഷയം സജീവമാക്കി നിർത്തുകയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൽ ഇടപെടാൻ പറ്റുന്ന എല്ലാ ബന്ധപ്പെട്ടവരെയും, കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, ഗവർണർ, നമ്മുടെ MLA മാർ, ഇനി മതനേതാക്കൾ, അവരെ കൊണ്ടാവുന്നത് അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി, വ്യക്തിപരമായി ഈ ഇഷ്യൂവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആളുകൾ, അവരോടൊപ്പം അവരുടെ ഒരു പ്രാർത്ഥനയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അവരെ നിരന്തരമായി ഈ വിഷയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് മീഡിയക്കാർ എന്ന നിലയിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഒരു പ്രാർത്ഥന. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളതാണ്. പക്ഷേ നിമിഷപ്രിയയുടെ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ വലിയ തോതിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതാണ്, വലിയ ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. അതിലേറെ ദുരൂഹമാണ് ഈ കാര്യങ്ങൾ. സത്യത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം സങ്കീർണമാകുന്നത് ഇതൊരു അറബ് രാജ്യത്താണ്. അവിടെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമമാണ്. മൂന്നാമത്തെ കാര്യം, ഒരു സാധാരണ ഭരണകൂടം, സുസ്ഥിരമായൊരു ഭരണകൂടം നിലനിൽക്കുന്ന ഒരു അറബ് രാജ്യമല്ല. അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഈ വിദേശ പിന്തുണയോടെ, ഇറാൻ എന്ന വിദേശ രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടെ കയ്യേറി തലസ്ഥാന നഗരി ഉൾപ്പെടെ പിടിച്ചടക്കിയിരിക്കുന്ന ഹൂത്തി തീവ്രവാദികൾ എന്ന തീവ്രവാദികളുടെ കയ്യിലാണ് അവിടുത്തെ ഭരണം ഇരിക്കുന്നത്. ഇപ്പോൾ യമൻ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം സനയാണ്. ഈ യമൻ്റെ ഒരു പ്രത്യേകത, യമൻ അറബ് ലോകത്ത് ഒരുപാട് പ്രത്യേകതയുള്ള രാജ്യമാണ്. യമൻ ഇപ്പോൾ ഏറ്റവും സമ്പന്നമായ അറബ് രാജ്യങ്ങൾ എന്ന നിലയിൽ സൗദി അറേബ്യ ഒരു സലഫി ഭൂരിപക്ഷ രാജ്യമാണ്, വഹാബി ഭൂരിപക്ഷ രാജ്യമാണ്. മറ്റൊരു സമ്പന്ന രാജ്യമായ ഇറാനാണെങ്കിൽ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരു സുന്നി സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള, മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് യമൻ. യമൻ്റെ മറ്റൊരു പ്രത്യേകത, യമൻ ഏറ്റവും ദരിദ്രമായ അറബ് രാജ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യമൻ്റെ തൊട്ടടുത്തുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ഒരു റിയാലിന് 22 ഇന്ത്യൻ രൂപ കിട്ടും ഈക്വലൻ്റായിട്ട്. അതേസമയത്ത് യമൻ്റെ ഒരു റിയാൽ കൊടുത്താൽ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നത് 35 പൈസയാണ്. അത്രയും പരമദരിദ്രമാണ് ആ രാജ്യം. അപ്പോൾ ദരിദ്രമായ ഒരു അറബ് രാജ്യത്ത് കഷ്ടപ്പാട് കൊണ്ട് കഷ്ടകാലത്തിന് ചെന്നുപെട്ട ഒരു ഇന്ത്യൻ ചെറുപ്പക്കാരിയുടെ ദയനീയമായ കഥയാണ് നിമിഷപ്രിയയുടെ കഥ ഒരു ഭാഗത്ത്. രണ്ട്, ഈ യമൻ എന്ന രാജ്യത്ത് ഭരണകൂടമില്ല. ഏറ്റവും ദൗർഭാഗ്യകരമായൊരു കാര്യം, യമൻ എന്ന ദുർബലമായ ദരിദ്രമായ അറബ് രാജ്യത്തെ അയൽപക്കത്തുള്ള സമ്പന്നമായ അറബ് രാജ്യങ്ങൾ കൊത്തിയെടുത്ത് വീതം വെച്ചിരിക്കുകയാണ്. യമൻ്റെ തലസ്ഥാനമായ സന ഇറാൻ്റെ പിന്തുണയോടുകൂടി ഹൂത്തി തീവ്രവാദികൾ ഭരിക്കുകയാണ്. തലസ്ഥാനത്ത് നിന്ന് ഒരു രാജ്യം ഭരിക്കാനുള്ള ഫയലുകളും കൊണ്ട് അവിടുത്തെ ഭരണാധികാരി അന്ന് സൗദി അറേബ്യയിലേക്കാണ് പ്രാണനും കൊണ്ട് ഓടിയത്. അവിടെ കിടന്നാണ് അദ്ദേഹം മരിച്ചത്, സാലെ. അതേസമയത്ത് ബാക്കി അവശേഷിക്കുന്ന ഗവൺമെൻറ് ഈ ഫയലുകളുമായിട്ട് പോയത് ഒരുപാട് ദൂരെ യമൻ്റെ തീരദേശ നഗരമായ ഏദനിലേക്കാണ്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഏദനാണ്, യഥാർത്ഥ ക്യാപിറ്റൽ സനയുമാണ്. അത് അവരുടെ നാടല്ല, അവരുടെ കയ്യിലുമല്ല ഒരു ഭാഗം. മറുഭാഗത്ത് സൗദി അറേബ്യ ഈ യമൻ ഭരണകൂടത്തിന് പിന്തുണ നൽകിയപ്പോൾ സൗദിയോട് ചേർന്ന ഒട്ടേറെ പ്രദേശങ്ങൾ സൗദി അറേബ്യയുടെയും കയ്യിലാണ്. മറ്റൊന്ന്, തലസ്ഥാനം ഉൾപ്പെടെ ഇറാൻ തീവ്രവാദികളുടെ കയ്യിലായപ്പോൾ ബാക്കി കുറേ പ്രദേശം സൗദി അറേബ്യ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏദൻ ഉൾപ്പെടെ ഒരു കൊച്ചു പ്രദേശം ഇപ്പോൾ യമൻ്റെ കയ്യിലാണ്. അതുപോലും സൗദിയുടെ പിന്തുണയോട് കൂടിയാണ്. അപ്പോൾ അവശേഷിക്കുന്ന പ്രദേശം, UAE ചേർന്ന് കിടക്കുന്ന പ്രദേശം, UAE കയ്യേറി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പാവം അറബ് രാജ്യത്തെ വമ്പന്മാരായ അറബ് രാജ്യങ്ങൾ വീതം വെച്ച് കളിക്കുകയാണ്. അവിടെയാണ് നിർഭാഗ്യവശാൽ ഈ സനയിലെ ജയിലിൽ ഈ കുട്ടി പെട്ടുപോകുന്നത്. സനയിലെ ആശുപത്രിയിലായിരുന്നു അവർക്ക് ജോലി.
ഈ അറേബ്യയിലെ ജോലിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അറേബ്യയിലെ ആരോഗ്യ മേഖലയുടെ പ്രശ്നം ഇപ്പോൾ പ്രത്യേകിച്ച് യമനിൽ പലരും നേഴ്സുമാർ ജോലിക്ക് പോകാറുണ്ട്. പക്ഷേ യമനിലെ ബ്രിട്ടീഷ് ഹോസ്പിറ്റലുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അവിടെ ലാഭകരമായി നടത്തുന്ന ഹോസ്പിറ്റൽ അവർ സേവനം കൂടിയാണ് കേട്ടോ. അവർക്ക് ആ പാവങ്ങളെ സഹായിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ ഹോസ്പിറ്റൽ നടത്തുന്നത് അവരുടെ ഒരു ഇവരുടെയൊക്കെ റെഡ് ക്രോസിൻ്റെയൊക്കെ ഒരു സേവനത്തിൻ്റെ കൂടി ഭാഗമാണ് അവിടെ ഹോസ്പിറ്റൽ. പക്ഷേ യൂറോപ്യൻ ഹോസ്പിറ്റൽസിൽ പോയി പണിയെടുത്താൽ, യൂറോപ്യന്മാർ നടത്തുന്ന ഹോസ്പിറ്റലുകളിൽ യമനിൽ പോയി ജോലി ചെയ്താൽ ഡോളറിൽ ശമ്പളം കിട്ടും. അത് നല്ല സാലറിയാണ്. അങ്ങനെ ഒരു ധാരണയിലായിരിക്കണം ഇവർ പോയത്. പക്ഷേ ചെന്നുപെട്ടത് യമൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ സനയിലെ ഒരു ഹോസ്പിറ്റലിലാണ്. അത് കാര്യമായ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അതുകൊണ്ടാണ് ആ ജോലി വിട്ട് അവർ ഒരു വലിയ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ പാവങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിക്കളയാമെന്ന തീരുമാനമെടുത്തത്. ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിൽ അവർക്കൊരു സ്പോൺസർ വേണം, അതൊരു യമനി പൗരനാവണം. അപ്പോൾ ആ ആശുപത്രിയിൽ നിരന്തരമായി ചികിത്സക്ക് വന്നിരുന്ന ഒരാളാണ് ഈ തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്നത്. അവനെ സ്പോൺസറായി തീരുമാനിച്ചതാണ്. അപ്പോഴേക്കും അവിടെ ഗതികേട് വന്നു. ഒന്ന് ഈ ഹൂത്തി തീവ്രവാദികളുടെ ആക്രമണം വന്നു, ഇന്ത്യയിൽ നിന്ന് ആരും അങ്ങോട്ട് പോകരുതെന്ന് വന്നു. ആ സമയത്തേക്ക് ഇവള് നാട്ടിൽ കല്യാണം കഴിച്ചൊരു കുഞ്ഞും ആയിരുന്നു. അപ്പോൾ അവൾ പോയ സമയത്ത് വിലക്ക് വന്നു. പിന്നെ ഇവർക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ മഹദി തലാലുമായി ചേർന്ന് ഹോസ്പിറ്റൽ തുടങ്ങി. പക്ഷേ ഈ അറബ് ലോകത്ത് പൊതുവെ, പ്രത്യേകിച്ച് യമനിലെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ആര് പണിയെടുത്താലും ആര് ബിസിനസ് നടത്തിയാലും അത് ഈ സ്പോൺസറുടെ പേരിലായിരിക്കും. ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും, പണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും, എല്ലാ ഡോക്യുമെൻസും അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും. നമുക്കവിടെ പണിയെടുത്തുകൊണ്ടിരിക്കാമെന്നല്ലാതെ വേറൊരു റോളും ഉണ്ടാവില്ല. വേറൊന്ന്, അവിടെ പണിയെടുക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഇതിനു വേണ്ടി നാട്ടിൽ നിന്ന് കിട്ടാവുന്ന പണമൊക്കെ സംഭരിച്ചു കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചതാണ്. ആ പണം മുഴുവൻ നിക്ഷേപിച്ച നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പോലും ഈ സ്പോൺസറുടെ കയ്യിലായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും പെട്ടുപോയ സമയത്ത് അതിൻ്റെ പുറമെയാണ് ഭർത്താവിനും മോനും കുട്ടിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ കൂടി വന്നു. പരമദരിദ്രാവസ്ഥയിലാണ് അവർ. ഇവിടെ ഒരു ഓർഫനേജ് പോലുള്ളൊരു സ്ഥാപനത്തിലാണ് ആ കുട്ടി പഠിക്കുന്നത്. നാട്ടുകാരുടെ ചെലവിലാണ് പഠിക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഭർത്താവ്. അപ്പോൾ ആ സമയത്താണ് ഇവൻ വേറെ തരത്തിലും, ഇവനൊരു ക്രിമിനലാണ് ബേസിക്കലി. വാർത്തകളൊക്കെ പുറത്തു വന്നത് ക്രിമിനലാണ്. 5-6 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. റേപ്പാണ് പലപ്പോഴും കേസ്, പ്രധാനപ്പെട്ട കേസ്. അങ്ങനെ ഒരാൾ ഇവളെ നിരന്തരമായി ഇങ്ങനെ ഒരാളെ ഗതികെട്ട ഒരു പെൺകുട്ടി അവരുടെ പാർട്ട്ണർ എന്ന് നമ്മൾ പറയുകയും രേഖകളിൽ എംപ്ലോയിയാണ്, ഓണർ ഇവനാണ്. അങ്ങനെ ചൂഷണം വലിയ തോതിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചാൽ, രക്ഷപ്പെടണമെങ്കിൽ പാസ്പോർട്ടെങ്കിലും വേണമല്ലോ. പാസ്പോർട്ട് കിട്ടാനുള്ള വഴി എന്തെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ജയിൽ വാർഡൻ, ഇവൻ സ്ഥിരമായി തടവറയിൽ കിടക്കുന്ന ജയിൽ വാർഡൻ പറഞ്ഞു കൊടുത്തത്, ഇവൻ ക്രിമിനലാണ്, സൂക്ഷിക്കണം. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോ. അങ്ങനെ കണ്ടെത്തിയൊരു വഴിയാണ് സെഡേഷന് മരുന്ന് കൊടുത്തു. കഷ്ടകാലത്തിന് അപ്പോഴത്തെ വെപ്രാളം. പിന്നെ മാത്രമല്ല ഇവർ നേഴ്സാണ്. സാധാരണ സെഡേഷൻ ഡോക്ടേഴ്സാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അറിവില്ലായ്മയുണ്ടാവും. എന്തായാലും ഓവർ ഡോസിൽ മരിച്ചു പോയതാണ്. മരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ ഒരു കൂട്ടുകാരിയുടെ സഹായത്തോടു കൂടി ഇവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. കൊല്ലപ്പെട്ടാൽ എന്താ സംഭവിക്കുകയെന്ന് അവർക്കറിയാം, കൊലപാതക കുറ്റം. അപ്പോൾ അവർ ആ ബോഡി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള ഏർപ്പാടുകൾ ആരുടെയൊക്കെ സഹായത്തോടെ ചെയ്തു എന്നാണ് കേസ്. ഇതാണ് കേസ്. എന്തായാലും 2018 തൊട്ട് അവരവിടെ തടവിലാണ്. ഇപ്പോൾ വധശിക്ഷയാണ്. അതിനപ്പുറം അവിടെ വധശിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമമല്ല. ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഇവിടെ അപ്പീൽ. അവിടെ ഈ മരിച്ചയാളുടെ ബന്ധുക്കൾക്കാണ്. ബ്ലഡ് മണി എന്ന് പറയുന്നതാണ്. ഈ മരിച്ചയാളുടെ രക്തത്തിന് രക്തബന്ധുക്കൾ കൽപ്പിക്കുന്ന വില, അത് കൊടുത്താൽ രക്ഷപ്പെടാമെന്നൊരു വകുപ്പുണ്ട്. പക്ഷേ ഇവരുടെ കുടുംബം അതിനും തയ്യാറായിട്ടില്ല എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. അവർ ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്നു എന്ന് വാർത്ത വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ തയ്യാറല്ലാതാവാൻ കാരണം ഇവിടുന്ന് തന്നെ നമ്മുടെ മലയാളികളായ വളരെ ഹീനമായ മനസ്സുള്ള ആരൊക്കെയോ ആ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നു. നിങ്ങൾ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത്, ഇവളത്ര ദുഷ്ടയാണ്, നിങ്ങൾ മാപ്പ് കൊടുക്കുമെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് പ്രചാരണം നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വാർത്തയാണ്. ഇപ്പോൾ അതിനിടയിലാണ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടു. അത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിൽ. കാരണം ഈ ഹൂത്തി തീവ്രവാദികൾക്ക് ആരോടെങ്കിലും അടുപ്പം പുലർത്തുന്നുവെങ്കിൽ അവിടുത്തെ സുന്നികളുടെ വിഭാഗത്തിലെ സൂഫികളായ പണ്ഡിതന്മാരോടാണ്. സൂഫികളോട് ഇപ്പോൾ സുന്നികൾക്കും ഷിയാക്കൾക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് സത്യത്തിൽ സൂഫികൾ. അപ്പോൾ സുന്നിയായ കാന്തപുരം
സുന്നി നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയാണല്ലോ, ഇന്ത്യയുടെ വലിയ സുന്നി നേതാവാണ്. അദ്ദേഹത്തിന് അവിടുത്തെ സുന്നി നേതാക്കളിൽ ഷിയ നേതാവുമായി ബന്ധമുണ്ട്. അപ്പോൾ ആ നേതാവുമായിട്ട് സംസാരിച്ചാൽ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നു. സംസാരിച്ചു എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ സ്ഥിരീകരിച്ചില്ല. തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇടപാടെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പൗരനായ കാന്തപുരം ഉസ്താദ് ഇടപെട്ടാലും അവിടുത്തെ മതപണ്ഡിതനായ ഈ ഷിയ നേതാവ്, സൂഫി നേതാവ് ഇടപെട്ടാൽ പോലും അതാത് ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളെ അറിയിക്കണ്ടേ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രതിനിധി ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പണ്ഡിതൻ ഇന്ത്യയിൽ ഇടപെട്ടതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ വിശ്വാസ്യത നമുക്കിനിയും അറിയേണ്ടിയിരിക്കുന്നു, തെളിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തൽക്കാലത്തേക്ക് ഈ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിവരം ശരിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിമിഷപ്രിയയെ കഴിഞ്ഞ ഈ പ്രഖ്യാപിത തീയതിക്ക് കൊല്ലേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു പക്ഷേ ആഗോള മാധ്യമങ്ങളിൽ വലിയ ബഹളം വന്നപ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടവും പ്രതിഷേധവും ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് തൽക്കാലത്തേക്ക് അതൊന്ന് ദിവസം മാറ്റി വെച്ചതാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു മൂവാണെന്നും വരുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിമിഷപ്രിയയുടെ ഒരു ജീവൻ നീട്ടിക്കിട്ടിയത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ഇന്ത്യ ഗവൺമെൻറ്റും ആരൊക്കെയാണോ ബന്ധപ്പെട്ടത്, സൗദി ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. യമൻ ഗവൺമെൻറ്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, കാരണം അവരുടെ ഹൂത്തികളുടെ അവിടുത്തെ ഏറ്റവും വലിയ ശത്രു യമൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ സൗദി ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ട്, മതപണ്ഡിതന്മാരും ഒക്കെ ഇടപെട്ടിട്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരാൻ ഇടയായാൽ, രക്ഷപ്പെട്ടാൽ പോലും ഇപ്പോൾ വധശിക്ഷ ഒഴിവാക്കിയാൽ തന്നെ വീണ്ടും തടവ് നീട്ടിക്കൊടുക്കാം, അതൊക്കെ ചെയ്യാം, എങ്കിലും ജീവൻ രക്ഷപ്പെടുമല്ലോ. അങ്ങനെയുള്ളൊരു നല്ല വാർത്തയ്ക്ക് വേണ്ടി തൽക്കാലം നമുക്ക് എല്ലാ ദിവസവും കാത്തിരിക്കാം. ഈ പ്രാർത്ഥനയും മോഹവും ആഗ്രഹവും മനുഷ്യൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ എന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മാധ്യമങ്ങൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്.